പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഒക്ടോബർ മാസം 3 തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും അല്പസമയം കൈകളെയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ട് ആരംഭത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ സ്തോത്രം പറയണം. സന്തോഷത്തോടെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രത്തോടെ അല്പസമയം കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. സ്തോത്രം 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 അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, വാഹനങ്ങളെ നിയന്ത്രിച്ചതിന് സ്തോത്രം, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ എല്ലാം അങ്ങയുടെ കൃപയുണ്ടായിരുന്നതിന് സ്തോത്രം, കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിന് സ്തോത്രം. കർത്താവെ, അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയോടെ 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന അപ്പൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അങ്ങയുടെ ഫേവറിൻ്റെ മേലാപ്പിൻ്റെ കീഴിൽ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ ഫേവറിൻ്റെ മേലാപ്പിൻ്റെ കീഴിൽ അങ്ങ് ഞങ്ങളെ ജീവിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വി ആർ ലിവിങ് അണ്ടർ ദ ഫേവർ ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവത്തിൻ്റെ ഫേവറിനടിയിലാണ് ജീവിക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ വലിയ ഗ്രേസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ആമേൻ. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, അത് ശാരീരികമായ ബുദ്ധിമുട്ടാണെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിലും കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളാണെങ്കിലും ലീഗലായ ഇഷ്യൂസ് ആണെങ്കിലും, ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ അതിന്മേൽ സംഭവിച്ചതിനായി സ്തോത്രം. അതിന്മേൽ ഒരു മിറക്കിൾ സംഭവിച്ചതിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് രോഗമുള്ള ഭാഗങ്ങളിൽ കൈവെക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നെഞ്ചിനകത്ത് വേദന അനുഭവപ്പെടുന്നവർ, ആമേൻ, നെഞ്ചിനകത്ത് എരിച്ചിൽ അനുഭവപ്പെടുന്നവർ, ആമേൻ, നെഞ്ചിനകത്ത് ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ഭാരം പോലെ തോന്നുന്നവർ, പെട്ടെന്ന് ആ നെഞ്ചത്തോട്ട് കൈവച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. അതുപോലെ മറ്റു രോഗമുള്ള ഭാഗങ്ങളിൽ കൈവച്ചാട്ടെ. നസറേനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, സ്വസ്ഥമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥമാകട്ടെ, പൂർണ്ണ ആരോഗ്യം വരട്ടെ. അങ്ങ് കൊടുത്ത അത്ഭുതത്തിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മിറക്കിൾ മന്ദിൽ അങ്ങ് അത്ഭുതകരമായ വഴികൾ തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ശുഷ്കാന്തിയും ഉന്മേഷവും കൊടുക്കണം. ആമേൻ. ഉന്നത വിജയം നേടുവാൻ കർത്താവ് സഹായിക്കണം. വിവാഹപ്രായമായ ആൺമക്കളെയും പെൺമക്കളെയും ഒരുപോലെ കൈകളിൽ തരുന്നു. തക്ക സമയത്ത് വിവാഹം നടക്കട്ടെ. ആമേൻ. മിറക്കിൾ മന്ദിൽ ചില മിറക്കിൾ പ്രപ്പോസൽസ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് ഫിക്സ് ആകട്ടെ, അത്ഭുതമായി മാറട്ടെ. കർത്താവിൻ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അനേക അഭിഷക്തന്മാർ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗം അനുഗ്രഹമായി തീരട്ടെ, മഹത്തരമായി തീരട്ടെ, ശ്രേഷ്ഠകരമായി തീരട്ടെ. അങ്ങനെ വലിയ പ്രവൃത്തി നാളത്തെ സഭായോഗങ്ങൾ ലോകവ്യാപകമായി കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, ആമേൻ, കർത്താവിൻ്റെ കൃപ നാളത്തെ ആ സഭായോഗത്തിലൂടെ വ്യാപരിക്കുകയും വേറൊരു റിലം ആമേൻ ഓപ്പണാകുകയും ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്, നാളെ നമ്മുടെ ഈ ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ സഭായോഗമാണ്. അപ്പം നിങ്ങൾ നിശ്ചയമായിട്ടും നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. മറന്നു പോകരുത്. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവിക ആലോചനകൾ വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ നടുവിൽ നടക്കുവാൻ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ഹിതമായവരെല്ലാവരും കടന്നു വരുവാൻ തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഉപയോഗിക്കട്ടെ. നാളത്തെ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളെ കർത്താവ് ഉപയോഗിക്കട്ടെ. ഇന്ന് പകൽക്കാലം കുറച്ച് സമയങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിവെച്ച് നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരും. ഇന്ന് വീണ്ടും ഇന്നലെ നമ്മൾ ചിന്തിച്ചു വാട്ട് ഈസ് മിറക്കിൾ, എന്താണ് മിറക്കിൾ. അതായത് ഒരു നാച്ചുറലായ ലോയെ മാറ്റി ദൈവം തൻ്റെ ലോ അല്ലെങ്കിൽ സുപ്പീരിയറായുള്ള ദൈവിക ലോ അതിൻ്റെ മുകളിൽ സംഭവിപ്പിക്കുന്നത്. അതായത് ഇരുമ്പ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കും എന്നുള്ളത് നാച്ചുറൽ ലോയാണ്. എന്നാൽ മരക്കഷ്ണം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നുള്ളത് നാച്ചുറലാണ്. എന്നാൽ എലീശ മരക്കഷ്ണം വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ മരക്കഷ്ണം താന്നു പോവുകയും ഇരുമ്പ് പൊങ്ങി വരികയും ചെയ്തു. അതാണ് മിറക്കിൾ. ഇന്ന് വീണ്ടും വാട്ട് ഈസ് മിറക്കിൾ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ കുറച്ച് വാക്യങ്ങൾ വായിക്കാം. വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മിറക്കിൾ എന്തെന്ന് മനസ്സിലായിക്കോളും. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 14-ാമത്തെ വാക്യം. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്കൊരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ 14-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം കർത്താവ് അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തമാണ്. അബ്രഹാമിൻ്റെ 17-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോൾ അബ്രഹാം കവണ്ണു വീണ് ചിരിച്ചു, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പോൾ നാച്ചുറലി ഇമ്പോസിബിൾ. 100 വയസ്സുള്ള അബ്രഹാം, 90 വയസ്സുള്ള സാറാമച്ചി, ഇവർക്ക് ഇനി കുഞ്ഞുണ്ടാകുമോ അമേൻ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ് ചിരിച്ചു. കാരണം നാച്ചുറലി ഇമ്പോസിബിളായ കാര്യമാണ്. എന്നാൽ 18-ാം അധ്യായം 10-ാം വാക്യം പറഞ്ഞപ്പോൾ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്നവൻ പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളം കൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്കിനി സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവയാൽ, അവിടെയാണ് പറഞ്ഞത്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ആമേൻ ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. പ്രിയപ്പെട്ടവർ, ഇത് വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഇമ്പോസിബിളായി നിൽക്കുന്ന സാഹചര്യങ്ങളെ നോക്കിയിട്ട് പറയണം, ഈ വചനത്തിൽ പ്രവർത്തിച്ച അതേ ദൈവം എൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കും. ഈ വചനത്തിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുതം എൻ്റെ ജീവിതത്തിലും സംഭവിക്കും. ആമേൻ, ഹല്ലേലൂയ. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ആമേൻ, നിങ്ങൾ ആമേൻ ലോകം പറയും പോസിബിൾ അല്ല, പക്ഷെ നമ്മുടെ ദൈവം മിറക്കിൾ വർക്കിംഗ് ഗോഡാണ്. സോ കർത്താവ് ഒരു വിഷയത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവ് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവിടെ എന്താണ് പ്രസൻറ്റ് കണ്ടീഷൻ എന്നുള്ളത് വിഷയമല്ല, അവിടെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഉൽപ്പത്തി 21-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു, മകനെ പ്രസവിച്ചു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ തന്നെ മിറക്കിൾ ഈ മാസം പ്രതീക്ഷിക്കണം. എന്തിനു വേണ്ടിയായി സന്ദേശം പറയുന്നത്? നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ മിറക്കിൾസ് വി എക്സ്പെക്റ്റ്, ഞാനും പ്രതീക്ഷിക്കുന്നു, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം. ആമേൻ. അബ്രഹാം വൃദ്ധനായിരുന്നു, 100 വയസ്സ്, സാറയ്ക്ക് 90 വയസ്സ്. അവർ രണ്ടും പ്രാക്ടിക്കലി ചിന്തിച്ചപ്പോൾ, നാച്ചുറലി ചിന്തിച്ചപ്പോൾ ഒരു കാരണവശാലും ഇനിയൊരു തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, മകനെ, ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യമുണ്ട്. ഇങ്ങോട്ട് നോക്കി, എത്ര ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണെങ്കിലും, നടക്കത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യമാണെങ്കിലും, അതിനകത്ത് ദൈവം ഇടപെടുമ്പോൾ, ആമേൻ, നാളുകളായുള്ള പ്രശ്നങ്ങളായിരിക്കാം, ആമേൻ, ജന്മനാ വൈകല്യമുള്ള കുഞ്ഞായിരിക്കാം,
ജന്മന ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തലമുറകളായി വന്നിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പിന്തുടരുന്ന പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ അതിനകത്ത് ദൈവം ഇടപെടുമ്പോൾ അതിനകത്ത് ദൈവിക അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ആമേൻ. കർത്താവ് ഇടപെടുമ്പോൾ. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ആ കൈകളെ ഉയർത്തിയിട്ട് പറ, കർത്താവേ, ഓ ലോർഡ്, ദൈവമേ, മിറക്കിൾ വർക്കിംഗ് ഗോഡ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ, അങ്ങൻ്റെ വിഷയത്തിലേക്ക് ഇടപെടുന്നതിന് സ്തോത്രം. അങ്ങൻ്റെ വിഷയത്തിലേക്ക് ഇടപെടുന്നതിന് സ്തോത്രം. അങ്ങ് എൻ്റെ വിഷയത്തിലേക്ക് ഇടപെടുന്നതിന് സ്തോത്രം. സ്തോത്രം. ഇമ്പോസിബിൾ എന്ന് മനുഷ്യൻ പറയുന്നു, ഇമ്പോസിബിൾ എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു, അവൻ നടക്കത്തില്ലെന്ന് മനുഷ്യർ പറയുന്നു, നടക്കത്തില്ലെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു, ഒരു സാധ്യതയുമില്ലെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ 100-ാം വയസ്സിൽ അബ്രഹാമിനും 90-ാം വയസ്സിൽ സാറയ്ക്കും വേണ്ടി അവൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അത്ഭുതം ചെയ്ത പിതാവേ, അങ്ങ് എൻ്റെ സാഹചര്യത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതിനായി, അങ്ങൻ്റെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് മിറക്കിൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ആ മിറക്കിൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി പറ, വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.